ഓക്കെ ഗേയ്സ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുണ്ടാ? ഇതാണ് എൻ്റെ ബ്രാൻഡ് ന്യൂ കാർ. ഇത് ഏതാ കാറെന്ന് കുറച്ച് പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാ മറ്റേ റേഞ്ച് റോവർ സ്പോട്ടാ. സംഭവം നൈസ് വണ്ടിയാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പം തന്നെ ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുത്തോളൂ. ഇന്ന് പിന്നെ ഞാനൊരു ട്രിപ്പിന് പോകാനായിട്ട് വിചാരിച്ചുട്ടാ. ഇവിടെ നമ്മുടെ സിറ്റിയുടെ അടുത്ത് ഒരു ഡെസേർട്ടൊക്കെ ഉണ്ട്. നമുക്കിന്ന് ആ ഡെസേർട്ടിലേക്ക് ഒരു ട്രിപ്പൊക്കെ പോവാം. അതിനാണ് ഞാൻ പുതിയ വണ്ടിയൊക്കെ എടുത്തത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും മറ്റേ KTM RCയാ. RCയിൽ പിന്നെ ട്രിപ്പൊക്കെ പോകാനായിട്ട് എളുപ്പമല്ല. പ്രത്യേകിച്ച് ലോങ് ട്രിപ്പ് പോകാനേ ഭയങ്കര ബുദ്ധിമുട്ടാ, നടുവേദന എടുക്കും. ഇത് പിന്നെ നമ്മൾ പുതിയ കാറൊക്കെ മേടിച്ചു. ഇത് പിന്നെ ഒരു ലക്ഷറി കാറാ. ഇതിൽ പിന്നെ ട്രിപ്പ് പോകാനേ നല്ല സുഖമായിരിക്കും. ഞാൻ പിന്നെ മഞ്ഞ കളറിലെ വണ്ടി എടുത്തേ. സാധാരണ ആൾക്കാർ റേഞ്ച് റോവർ എടുക്കുമ്പോഴേ ഒന്നെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്, ഈ രണ്ട് കളറിലാണ് എടുക്കാറ്. ഞാൻ പിന്നെ മഞ്ഞ കളറിൽ എടുത്തു. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. എന്നിട്ടായാലും കുഴപ്പമില്ല കേട്ടാ, വണ്ടിക്ക് നല്ല ലുക്കൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ട്രിപ്പിന് പോവാം കേട്ടാ. അതിനായിട്ടേ കുറച്ച് ലഗേജൊക്കെ പാക്ക് ചെയ്യണം. നമുക്കപ്പോൾ പോയിട്ട് ലഗേജൊക്കെ എടുത്തുകൊണ്ട് വരാം. ഓക്കെ ഗേയ്സ്, ഇവിടെ ഞാനേ ലഗേജൊക്കെ എടുത്തേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് ട്രിപ്പിന് പോണേ. ചില സമയത്ത് ഒറ്റയ്ക്ക് ട്രിപ്പിന് പോണതായിരിക്കും നല്ലത്. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ നേരെ ആ ഡെസേർട്ടിലേക്ക് പോവാം. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ മതി. നേരെ പോയാലേ ഒരു പാലം ഉണ്ടാവും. ആ പാലം കടന്ന് പോയി കഴിഞ്ഞാൽ ഡെസേർട്ടാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ആ പാലത്തിൽ വന്നേക്കാണ് കേട്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ പാലം. ഈ പാലത്തിൻ്റെ അപ്പുറത്താണ് ഡെസേർട്ട്. ഇനിയിപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്ത് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുമോ? പറയാൻ പറ്റില്ല ഏട്ടാ. ചിലപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അതിനിപ്പോൾ എന്താ, നമ്മുടെ കയ്യിൽ വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. വെപ്പൺസ് പോലും ഇല്ല. അതുകൊണ്ടിപ്പോൾ സീനൊന്നും ഇല്ല. ഇവിടെ പിന്നെ എനിക്ക് ആരെയും കാണാനില്ല ഏട്ടാ. ഈ പാലത്തിൽ വേറെ വണ്ടികളൊന്നും ഇല്ല. എൻ്റെ ഈ ഒരു റേഞ്ച് റോവർ മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ ഇച്ചിരി സ്പീഡിൽ ഓടിക്കാൻ പറ്റും. സിറ്റിയിൽ പിന്നെ ഭയങ്കര ട്രാഫിക് ആയിരുന്നേ. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി പോലും ഇല്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഫൈനലി ഡെസേർട്ടിൽ വന്നേക്കാണ് കേട്ടാ. ഇവിടെ പിന്നെ മുമ്പിലേ 3 വഴികൾ കാണിക്കുന്നുണ്ട്. ഒരെണ്ണം ലെഫ്റ്റിലും ഒരെണ്ണം റൈറ്റിലും പിന്നെ നേരും. ഏത് വഴി കൂടെ പോവാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോയിട്ട് നോക്കി നോക്കാം. നേരെ ഇരിക്കും നേരായ വഴി. എന്നിട്ടായാലും ഇത് ഡെസേർട്ടല്ലേ, 4 സൈഡിൽ നിറച്ചും മണല. ഇവിടെ പിന്നെ ഒട്ടകം ഉണ്ടാവോ? ഒട്ടകം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്കതിൻ്റെ പുറത്ത് കയറി സവാരി ചെയ്യായിരുന്നു. എന്നിട്ടായാലും നോക്കി നോക്കാം. ആദ്യം നമുക്കേ ഇച്ചിരി ദൂരം ഓടിച്ചു നോക്കാം. നമ്മൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ. ഇത് പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നുമല്ല. നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോണേന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ, നമുക്ക് അന്നേരം കാണാം. പിന്നെ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമ്മുടെ ചാനലില്ലേ റോഡ് ടു 30K സബ്സ്ക്രൈബേഴ്സാ. എല്ലാവരും ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫേവറാക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ? ഈ ഭാഗത്തെ എനിക്കൊരു മനുഷ്യനെ പോലും കാണാനില്ല ഏട്ടാ. ഈ ഡെസേർട്ടിൽ ആരുമില്ല. മനുഷ്യന്മാരും ഇല്ല, മൃഗങ്ങളും ഇല്ല. ഒരു വിശാലമായ ഡെസേർട്ടാ. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കുകയാണ്. എനിക്ക് പിന്നെ നല്ലോണം വെള്ളം ദാഹിക്കുന്നുണ്ട്. ആ സൈഡിൽ പിന്നെ ഓഷൻ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കാം. ഇതപ്പോൾ എവിടേക്ക് എത്തുക? അതെനിക്ക് മനസ്സിലാവണില്ല. ഞാൻ കുറേ നേരമായിട്ട് വണ്ടി ഓടിക്കുക, എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ ഇതിപ്പോൾ നമ്മൾ എവിടെയും എത്തണില്ല. ഇങ്ങനെ ഓടിച്ചോണ്ട് പോവുക. ഇനിയിപ്പോൾ നമ്മൾ പെട്ടുപോയ, വഴി തെറ്റിയ. ഇവിടെ ആണെങ്കിൽ ഫോണിൽ റേഞ്ചും കിട്ടണില്ലേ. എനിക്ക് ഗൂഗിൾ മാപ്പ് പോലും ഓപ്പൺ ആക്കാൻ പറ്റണില്ല. എന്തുട്ടായാലും കുറച്ചുകൂടെ മുമ്പിലേക്ക് പോവാം. അന്നേരം നമുക്ക് ചിലപ്പോൾ റേഞ്ച് കിട്ടും. 6 hours later. ഗൈസ്, ഇവിടെ ഞാനേ കുറേ നേരം വണ്ടി ഓടിച്ചുട്ടാ. ഇപ്പത്തെ ഇവിടെ രാത്രി കുറേ നേരമായിട്ട് കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്യായിരുന്നു.
പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറുതൊന്നല്ല, വലിയൊരു പ്രശ്നാ. നമ്മുടെ വണ്ടിയിലെ ഡീസൽ കഴിയാറായി. ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഡീസൽ തീരാറായി. ഒരു മിനിറ്റ്, ഞാൻ എന്തോ ഒരു സൗണ്ട് കേട്ടൂലോ. ഏയ്, ചിലപ്പോൾ എനിക്ക് തോന്നിയതാവും. ഏ ആ സൗണ്ട് ആ സൗണ്ട് ഞാൻ വീണ്ടും കേട്ടു. അതെ, നൈസായിട്ട് പണിപ്പാളിന്ന് തോന്നണേട്ടാ. എൻ്റെ വണ്ടിയിൽ ഡീസലില്ല, പോരാത്തിന് എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നണതേ ഈ ഡെസേർട്ടിൽ വല്ല പ്രേതം ഉണ്ടാവുന്ന. ഒരു മിനിറ്റ്, അവിടെ ഒരു ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ വന്ന വഴിയാണോ ഗൈസ്? ഇത് നമ്മൾ വന്ന വഴിയാ. ഹൗ, എന്തെങ്കിലും ആവട്ടെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിനങ്ങ് നേരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ നീ അധികം നേരം നിൽക്കണ്ട. ഇവിടെ പിന്നെ എന്താണാവോ, ഒരു ബാഡ് വൈബ്സ് വരുന്നുണ്ട്. എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കാണ്ട്. അത് മാത്രല്ല, അവിടെ ആൾക്കാരും ഇല്ല. ഇവിടെ ഇപ്പോൾ നിൽക്കണതേ ഒട്ടും സേഫ് അല്ല. നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. വണ്ടിയിലാണെങ്കിൽ ഇപ്പോൾ ഡീസൽ തീരാറായി. ഡീസൽ തീരുന്നേക്കാൾ മുമ്പേ നമുക്ക് വീട്ടിലെത്തണം. അത് ഡെസേർട്ടിൻ്റെ അവിടെ എന്തോ ഉണ്ട് കേട്ടാ, അത് ഉറപ്പാ. അല്ലാണ്ട് വെറുതെ ഒന്നും ആരും സൗണ്ട് ഉണ്ടാക്കില്ല. A few moments later. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി സിറ്റിയിൽ വന്നേക്കാണ് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ. എനിക്ക് പിന്നെ ഇന്ന് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഡെസേർട്ടിൽ പോകണം, ക്യാമ്പിങ് ചെയ്യണം, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്ലാന്. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. അവിടെ ക്യാമ്പിങ് ചെയ്യാൻ നിന്നാലേ പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതിപ്പോൾ ഏതായാലും വേണ്ട. നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഒരു കാര്യം ചെയ്യാം, വണ്ടി നമുക്ക് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഇന്ന് ഞാൻ പിന്നെ കുറേ നേരം വണ്ടി ഓടിച്ചുട്ടാ. അതുകൊണ്ട് ഞാൻ ആകെ ടയർഡായേക്കാ. നമുക്കിനി പോയിട്ടേ കിടന്നുറങ്ങാം. ഏയ്, ഈ സൗണ്ട് ഇപ്പോൾ എവിടെ നിന്നാ വന്നേ? അതാ ഡെസേർട്ടിൽ ഉണ്ടായ സൗണ്ട് അല്ലേ? അയ്യോ, ഞാൻ ശരിക്കും പെട്ടു.